കേരളത്തിലെ കൗമാരക്കാർക്കും സ്കൂൾ കുട്ടികൾക്കും ഇടയിൽ വലിയ രീതിയിൽ സ്വാധീനമുള്ള വിവാദ സോഷ്യൽ മീഡിയ ഉള്ളടക്ക സൃഷ്ടാവും യൂട്യൂബറുമായ തൊപ്പി എന്ന നിഹാദിനെതിരെ എറണാകുളം റൂറൽ സൈബർ പോലീസ് വീണ്ടും IT നിയമപ്രകാരം കേസെടുത്തിരിക്കുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അശ്ലീല ദൃശ്യങ്ങളും നഗ്നചിത്രങ്ങളും വ്യാപകമായി പ്രചരിപ്പിച്ചെന്ന ഗുരുതരമായ കണ്ടെത്തലിലാണ് ഈ അടിയന്തര പോലീസ് നടപടി. ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു ഓൺലൈൻ വ്യക്തിത്വത്തിൽ നിന്നും വരും തലമുറയെ സാരമായി ബാധിക്കുന്ന തരത്തിലുള്ള മോശം സന്ദേശങ്ങൾ പ്രചരിക്കുന്നുവെന്ന പൊതുസമൂഹത്തിന്റെ വലിയ ആശങ്കകൾക്ക് അടിവരയിടുന്നതാണ് നിലവിലെ പോലീസ് നീക്കങ്ങൾ. തൊപ്പിയും അദ്ദേഹത്തിന്റെ മുൻ സുഹൃത്തുക്കളും തമ്മിൽ കുറച്ചു കാലമായി നിലനിന്നിരുന്ന കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളും വ്യക്തിപരമായ തർക്കങ്ങളുമാണ് ഒടുവിൽ പരസ്പരമുള്ള ചെളിവാരി എറിയലിലേക്കും പോലീസ് കേസിലേക്കും നയിച്ചത്. തർക്കങ്ങൾ പരിധി ലംഘിച്ചതോടെ തന്റെ സുഹൃത്തുക്കളുടെ സ്വകാര്യ നഗ്ന വീഡിയോകൾ തൊപ്പി ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് തുടങ്ങിയ സ്വന്തം ഔദ്യോഗിക അക്കൗണ്ടുകൾ വഴി പൊതുദർശനത്തിന് വെക്കുകയായിരുന്നു. തന്റെ അനുമതിയില്ലാതെ സ്വന്തം ചിത്രങ്ങളും വീഡിയോകളും ദുരുപയോഗം ചെയ്തുവെന്ന സുഹൃത്തുക്കൾ ആരോപിച്ചതോടെ സൈബർ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തുകയും IT ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഡിജിറ്റൽ ലോകത്തെ വ്യക്തിപരമായ വൈരാഗ്യങ്ങൾ തീർക്കാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ദുരുപയോഗം ചെയ്തുവെന്ന വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് FIR തയ്യാറാക്കിയിരിക്കുന്നത്. അഭിഭാഷകനായ ശ്രീജിത്ത് പെരുമന നൽകിയ ഔദ്യോഗിക പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസിന്റെ ഈ ദ്രുതഗതിയിലുള്ള നടപടിയും. സാധാരണ സൈബർ കേസുകളിൽ നിന്നും വ്യത്യസ്തമായി ഈ പരാതിയിലെ ആരോപണങ്ങളുടെ ഭീകരതയും ഗൗരവവും കണക്കിലെടുത്ത് സംസ്ഥാന പോലീസ് മേധാവി റാവട ചന്ദ്രശേഖർ നേരിട്ട് വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു. തൊപ്പിയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും അടങ്ങുന്ന വലിയൊരു സംഘത്തിനെതിരെ സമഗ്രവും ഊർജിതവുമായ അന്വേഷണം നടത്താൻ സംസ്ഥാന പോലീസ് മേധാവി പ്രത്യേക ഉത്തരവുമിട്ടു. സൈബർ സെല്ലിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ ഡിജിറ്റൽ തെളിവുകളുടെ ശേഖരണവും ഫോറൻസിക് പരിശോധനകളും പുരോഗമിക്കുന്നത്. ഈ കേസ് വെറും ഒരു അശ്ലീല വീഡിയോ വിവാദത്തിലോ അല്ലെങ്കിൽ IT നിയമത്തിലെ ലംഘനത്തിലോ മാത്രം അവസാനിക്കുന്ന ഒന്നല്ല. തൊപ്പിയും കൂട്ടരും പരസ്പരം നടത്തിയ ലൈവ് വീഡിയോകളിലൂടെയും വെളിപ്പെടുത്തലുകളിലൂടെയും പുറത്തു വന്നത് അതീവ ഗുരുതരമായ ക്രിമിനൽ കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങളാണ്. DGP നേരിട്ട് ഉത്തരവിട്ട അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാന വകുപ്പുകളും ആരോപണങ്ങളും ഇവയാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്ന നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ ഇവർക്കെതിരെ ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളോട് വരെ തൊപ്പി ലൈംഗിക അതിക്രമം നടത്തിയതായി സുഹൃത്തുക്കൾ പരസ്യമായി ആരോപിക്കുന്നു. മാരകമായ രാസലഹരിയായ MDMA ഉപയോഗവും വിപണനവും ഈ സംഘവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന സൂചനകളുമുണ്ട്. ഇതിനു പുറമെ തൊപ്പിയുടെ മുറിയിൽ നിന്ന് കഞ്ചാവ് കണ്ടെടുക്കുന്ന ദൃശ്യങ്ങൾ സുഹൃത്തായ ഷമീർ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത് ലഹരിമരുന്ന് മാഫിയ ബന്ധങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു. പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ച് വലിയ രീതിയിലുള്ള ശാരീരിക മാനസിക പീഡനങ്ങൾക്ക് ഇരയാക്കിയെന്ന ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. സ്വകാര്യ നിമിഷങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തിവെക്കുകയും അത് പിന്നീട് ബ്ലാക്ക് മെയിലിംഗിനായി ഉപയോഗിക്കുകയും ചെയ്തുവെന്ന കണ്ടെത്തൽ സൈബർ പോലീസ് ഗൗരവമായി പരിശോധിക്കുന്നുണ്ട്. തൊപ്പിയും സുഹൃത്തുക്കളും തമ്മിലുള്ള കൂട്ടുകെട്ടിൽ വിള്ളൽ വീണതോടെയാണ് ഇവരുടെ മുറിക്കുള്ളിൽ നടന്നിരുന്ന അനാശാസ്യ പ്രവർത്തനങ്ങളുടെ വിവരങ്ങൾ ഓരോന്നായി പുറം ലോകം അറിഞ്ഞത്. തന്റെ വീട്ടിലേക്ക് സുഹൃത്തുക്കൾ ലഹരിമരുന്ന് കൊണ്ടുവരുന്നുവെന്നും തന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ അവർ ബോധപൂർവം ശ്രമിച്ചുവെന്നുമാണ് തൊപ്പി ആദ്യം ഉന്നയിച്ച ആരോപണം. എന്നാൽ ഇതിന് മറുപടിയായി തൊപ്പിക്കെതിരെ അതിലും വലിയ വെളിപ്പെടുത്തലുകളുമായാണ് സുഹൃത്തുക്കൾ സോഷ്യൽ മീഡിയ ലൈവുകളിൽ പ്രത്യക്ഷപ്പെട്ടത്. തൊപ്പി നിരവധി പെൺകുട്ടികളെ ക്രൂരമായി ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയെന്നും പിന്നീട് ഇരകളെ പോലീസിനെ സമീപിക്കാതിരിക്കാൻ വലിയ തുകകൾ നൽകി കേസ് ഒത്തുതീർപ്പാക്കുകയായിരുന്നു എന്നുമാണ് സുഹൃത്തുക്കൾ വ്യക്തമാക്കിയത്. പരസ്പരം ലൈവുകളിൽ വന്ന് ഇവർ നടത്തിയ അസഭ്യ വർഷങ്ങളും തെളിവ് നിരത്തലുകളും എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്നതായിരുന്നു. വിവാദ യൂട്യൂബറായ തൊപ്പിയെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും പിന്തുടരുന്നവരിൽ ഭൂരിഭാഗവും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളായ കൗമാരക്കാരാണ്. അദ്ദേഹത്തിന്റെ പരുഷമായ ഭാഷാശൈലിയും സാമൂഹ്യ വിരുദ്ധമായ പെരുമാറ്റങ്ങളും കുട്ടികൾ അനുകരിക്കുന്നത് മുൻപും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. എന്നാൽ നിലവിൽ പുറത്തുവരുന്ന ലഹരിമരുന്ന് ഉപയോഗവും അശ്ലീല പ്രചാരണങ്ങളും വരും തലമുറയെ കടുത്ത അനാശാസ്യ പ്രവർത്തനങ്ങളിലേക്കും ക്രിമിനൽ പശ്ചാത്തലത്തിലേക്കും നയിക്കുമെന്ന ഭയമാണ് പൊതുസമൂഹത്തിനുള്ളത്. കുട്ടികളുടെ മാനസികാരോഗ്യത്തെയും ഒപ്പം അവരുടെ സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന ഇത്തരം ഉള്ളടക്കങ്ങൾ സോഷ്യൽ മീഡിയയിൽ തടസ്സമില്ലാതെ പ്രചരിക്കുന്നത് തടയണമെന്ന ആവശ്യവുമായി നിരവധി രക്ഷിതാക്കളും സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സാമൂഹിക വിപത്ത് ചൂണ്ടിക്കാണിച്ചാണ് പരാതിക്കാരനായ ശ്രീജിത്ത് പെരുമന പോലീസിനെ സമീപിച്ചതും. ഡിജിറ്റൽ ലോകത്തെ അതിപ്രസരവും ലൈക്കുകൾക്കും വ്യൂസിനും വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത സംസ്കാരവും എത്രത്തോളം അപകടകരമാണ് എന്നതിന്റെ ഉദാഹരണമാണ് തൊപ്പിയുടെ ഈ പുതിയ കേസ്. കേവലം സസ്പെൻഷനിലോ ഡിജിറ്റൽ അക്കൗണ്ടുകൾ പൂട്ടിക്കുന്നതിലോ ഒതുങ്ങാതെ ശക്തമായ ക്രിമിനൽ നിയമ നടപടികളിലേക്ക് പോലീസ് കടക്കുന്നു എന്നതും സ്വാഗതാർഹമാണ്. DGP നേരിട്ട് അന്വേഷണത്തിന് ഉത്തരവിട്ട സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള തൊപ്പിയുടെ കൂട്ടാളികളായ മറ്റു യൂട്യൂബർമാരിലേക്കും അന്വേഷണം നീളും. കൃത്യമായ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ച ശേഷം ഈ കേസിൽ വൻ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് സൈബർ പോലീസ് നൽകുന്ന സൂചന. കൗമാരക്കാർക്കിടയിലെ ഇത്തരം സൈബർ അരാജകത്വങ്ങൾക്ക് കടുത്ത നിയമ നടപടിയിലൂടെ മാത്രമേ തടയിടാൻ കഴിയൂ.